ഓ, നമ്മൾ മോശം സമയത്ത് നമ്മുടെ കൂടെ ഇല്ലാത്തവന്മാരെ പിന്നെ നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. തല ചുറ്റി ദൂരെ കളയുക, അത്ര തന്നെ. ഹേയ്, ഇവിടെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സംഗതി ഇത്രയും ദിവസം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഇനി പറയാനോ അമ്മാതിരി പരിപാടി കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പോകുന്നതിന് മുന്നേ ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ആ ഒരു സെൻസിൽ മാത്രം കണ്ടാൽ മതി. ഇത് നമുക്ക് സെയിലിന് വേണ്ടി വന്ന 390 ആണ് കേട്ടോ. BS6 ആണ്, 2020 മോഡൽ. വെറും 24,887 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി ഫ്രണ്ട് ടയർ മാത്രം ഒന്ന് മാറണം. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ ഈ ഒരു എഞ്ചിന്. കുറച്ച് നാളായിട്ട് ഞാനിപ്പം 390യുടെ എഞ്ചിന് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോപ്പുമില്ല, ഞാൻ ആദ്യമേ പറയാം. ഇന്നത്തെ വീഡിയോയിൽ കോപ്പുമില്ല. ഇന്നത്തെ വീഡിയോയിൽ വിൻ വോയിസ്, അതുപോലെ മൈക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം പിടിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ ഏറ്റവും അവസാനം ഇട്ട വീഡിയോ, അതിൽ ബൈക്ക് ആക്സിഡൻ്റ് ആവണമെന്നാണ് ലാസ്റ്റ് ഇട്ട വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് നഷ്ടമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ബൈക്കിൻ്റെ കേസിലല്ല, ബൈക്കിൻ്റെ കേസിൽ സംഭവിച്ചു, പക്ഷേ ആ വീഴ്ച കൊണ്ടല്ല കേട്ടോ. അങ്ങനെയല്ല, ബൈക്ക് എടുത്തുകൊണ്ട് പോയവനും അത് തന്നവനും നല്ല രീതിയിൽ തന്നു, മനസ്സിലായോ? നമ്മൾ കുറേയൊക്കെ മര്യാദ കാണിച്ചപ്പം നല്ല 8ൻ്റെ പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മാതിരി മര്യാദയൊന്നും ഒരുത്തൻ്റെ കൂടെയും നമ്മൾ കാണിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളടുത്ത് അണ്ണ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണമാർ ആദ്യം തരും പണി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായിട്ട് എനിക്ക് പറയണമെന്നുണ്ട്. വെറുതെ എന്തിനാണ് നിങ്ങളെ കൂടെ പറഞ്ഞ് വെറുതെ അതിൻ്റെ ഒരു മൂഡ് കളയണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടി. അതല്ല പ്രശ്നം, എൻ്റെ ക്യാമറ, അതുപോലെ അഡാപ്റ്റർ, മൈക്ക്, ഇതെല്ലാം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളൊക്കെ അഡാപ്റ്റർ ഉൾപ്പെടെ പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം ഒന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുത്ത്. അപ്പം ആ ഒരു സാധനങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തെടുത്ത് വരാനായിട്ട് നല്ല സമയം എടുത്ത്. എന്താ വെച്ചാൽ ഇത് ഇവിടെ കിട്ടൂല കേട്ടോ. നല്ല മൈക്കും അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടൂല. ഓൺലൈനിൽ വരുത്തി അത് കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പിന്നെ ഇത് സെയിലിന് വേണ്ടി വന്ന 390 ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. അക്രമ സാധനം. വെറും 24,890 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, വണ്ടി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസം ഗ്യാപ്പ് ഇട്ടില്ലേ, മൈക്കും കാര്യങ്ങളും ബാക്കിയൊക്കെ പുതിയതാണ് മേടിച്ചിട്ടേക്കണേ. അപ്പോൾ അത് സാധനം എത്രത്തോളം ഓക്കെയാണ് എന്നുള്ളതെന്ന് അറിയില്ലല്ലോ. പിന്നെ അതുപോലെ ഹെൽമെറ്റ് എല്ലാം തുള വീഴുന്നത് കേട്ടോ. തുള വീഴുന്നതെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വൈസർ ഉൾപ്പെടെ അതിൽ ഹോൾ വീഴുന്നിരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ആൻറ്റി ഫോഗിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഫോഗിൻ്റെ അത് പറഞ്ഞതാണ് കേട്ടോ. അതായത് ആ ഒരു ഭാഗം പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ഞാൻ ഇളക്കി കളഞ്ഞു. അപ്പോൾ ഇളക്കി കളയുമ്പം ഈ ഹെൽമെറ്റിൻ്റെ മെയിൻ വൈസറിലൊരു തുള വീഴും. ഞാൻ അവിടെ ഒരു ടേപ്പ് എടുത്ത് ഒട്ടിച്ച് വെച്ചൊക്കെയാണ്, മനസ്സിലായോ? വൈസർ 1000 അടുത്തൊരു വൈസർ വാങ്ങിക്കാൻ വയ്യാതെ കൊണ്ട് കിടക്കുകയാണ് ഞാൻ. കാര്യം അത്രത്തോളം ഞാൻ ഇപ്പോൾ ലുപ്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ളതുകൊണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയാമേ, അതിപ്പം ഈ ഒരു വീഡിയോയിൽ അത് ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നമുക്കൊരു ആപത്ത് വരുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ബുദ്ധിമുട്ടി നിൽക്കുമ്പം ഒരു പട്ടികളും കാണില്ല. അത് പ്രകൃതി സത്യമായിട്ടുള്ളൊരു കേസാണ്. ഒരു പട്ടികളും കാണില്ല. എന്നാൽ നമുക്ക് നല്ലൊരു സമയമുള്ള ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ ചുറ്റിലും കാണും കേട്ടോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കേസാണ്. എനിക്ക് എത്ര കൂട്ടുകാരൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരൊക്കെ സഹായിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഒരുത്തരെ അങ്ങോട്ട് സഹായിക്കാൻ പോകണില്ല എന്നുള്ളതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണോ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അതങ്ങ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്തും പറയാം, ഒരുത്തനെയും നോക്കാൻ വേണ്ടി നിൽക്കരുത്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മുമ്പോട്ട് പോവുക, അത്ര തന്നെ. കൂടെ നിൽക്കണം. അതായത് നിങ്ങളെ ഏറ്റവും മോശം സമയത്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരനെ മുറുകെ പിടിച്ചോണം. അതൊരു കാരണവശാലും വിട്ടുകളയല്ലേ. അത് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളെ ഏറ്റവും മോശം സമയത്ത് നിങ്ങളുടെ കൂടെ ഉള്ളവനെ മുറുകെ പിടിച്ചോണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് ഞാനത് ഒന്ന് സെറ്റായിടേ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ സെറ്റായെന്ന് പറഞ്ഞാൽ മൈൻഡും ഉണ്ട്, ഞാൻ സെറ്റായി കേട്ടോ. ഇവിടെ എൻ്റെ ഒരു കോപ്പും ഇല്ലെങ്കിലും ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. മുന്നോട്ട് ഞാൻ ഇടിച്ചിടിച്ച് പോവുകയും ചെയ്യും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയതാണ്. മനസ്സിലായോ? നമുക്കൊരു പരിധിയുണ്ട്. കൂട്ടുകാരുടെ അടുത്തൊക്കെ സഹായം ചോദിക്കുക എന്ന് പറയുന്നതൊരു പരിധിയുണ്ട്. നമ്മൾ എത്ര തന്നെ ഉപദ്രവിച്ചാലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ. അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കേസാണ്ടേ. എന്തോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്.
അതിനനുസരിച്ച് പല കാര്യങ്ങളും ഞാൻ പഠിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, ഒന്നുമില്ലെങ്കിലും നമ്മൾ സെറ്റായിട്ട് പോകും. ആ ഒരു കോൺഫിഡൻസ് ഇപ്പം ആവോളം ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സംഗതി. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞല്ലേ നിങ്ങളുടേത്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബൈക്കുകൾ സെയിലിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബൈക്കിൻ്റെ സെയിൽ തുടങ്ങി. പാർക്ക് ആൻഡ് സെയിലിനുള്ള വണ്ടികളുണ്ട്, അല്ല ഞാൻ അല്ലാതെ എടുത്ത് വിൽക്കുന്ന വണ്ടികളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഇതൊരിക്കലും മാർക്കറ്റിംഗ് തന്ത്രമല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ്. നിങ്ങൾക്കിപ്പം ഇടേ വണ്ടി ഇറടെ എന്തിനിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കൊണ്ട് വണ്ടി ചവിട്ടണേ. ഇയാളിത് അപ്പോൾ നമ്മളെന്താ പറഞ്ഞെന്നേ, ഫുള്ള് കോൺസെൻട്രേഷന് പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇവനെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വണ്ടി ഒന്ന് ഓടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരുപാട് വണ്ടികൾ എൻ്റെ കയ്യിൽ വന്ന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ 3 ടൺ ഉണ്ടല്ലോ, RR ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി വന്നിട്ട് അത് റിട്ടേൺ ഞാൻ കൊടുത്തു കേട്ടോ. ആ വണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ ഫിനാൻസ് നോക്കി ആ ഫിനാൻസ് റെഡിയാവും, പക്ഷേ പറഞ്ഞ എമൗണ്ട് കുറവായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവന്മാരയിൽ IP അടയ്ക്കാൻ, അതായത് പറഞ്ഞ പയ്യന്മാരയിൽ IP അടയ്ക്കാനായിട്ട് എമൗണ്ട് ഉണ്ട്. IP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അടയ്ക്കുന്ന ഇനിഷ്യൽ പേയ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അത് അടയ്ക്കാനായിട്ട് എമൗണ്ട് കാണില്ല. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഫസ്റ്റ് അടയ്ക്കുന്ന എമൗണ്ട് കുറച്ച് കൂട്ടി അടയ്ക്കുക, അല്ലാതെ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. വണ്ടി എടുത്തുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ചാടിക്കയറി വണ്ടി എടുക്കും. വണ്ടി എടുത്തിട്ട് അവസാനം പിന്നെ അതൊരു കാരണവശാലും ബാധ്യത എന്ന് പറയുന്ന ഒരു സംഗതിയിലോട്ട് പോകരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ സെക്കൻഡ് ബൈക്ക് എടുക്കുന്നവരടുത്ത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ RR മാത്രമാണ് റിട്ടേൺ പോയത് കേട്ടോ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ സെയിൽ ചെയ്തു. നമ്മളെ 390 അഡ്വഞ്ചർ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കൊണ്ടു നടക്കണം കേട്ടോ. അവൻ കുറച്ച് ദിവസത്തേക്ക് നമ്മളതിൽ കാണും. ഇച്ചിരി പരിപാടികളുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ വണ്ടി സെയിൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് സംഗതി. പിന്നെ ഇനി അടുത്ത് വരുന്ന വണ്ടി ഏതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്ക് എടുക്കുന്നുണ്ടോ, നോ മോർ ക്വസ്റ്റ്യൻസ്. വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യുന്നു. പരിപാടി വെച്ച് നിർത്തുന്നു. യൂട്യൂബും കളയുന്നു, ഇൻസ്റ്റ കളയില്ല കേട്ടോ. ഇൻസ്റ്റ കളയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പയ്യന്മാരുണ്ട്, ഒരുപാട് പയ്യന്മാരെ കിട്ടി. പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പേരെ എനിക്ക് സമ്പാദിക്കാൻ പറ്റി കേട്ടോ. ഒരുപാട് നല്ല പയ്യന്മാരെ കിട്ടി. പക്ഷേ എന്ത് ചെയ്യും, അവരൊന്നും ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് വിചാരിച്ചത് നമ്മൾ മോശം സമയത്ത് നമ്മുടെ കൂടെ ഇല്ലാത്തവന്മാരെ പിന്നെ നമ്മൾ കൂടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ, തല ചുറ്റി ദൂരെ കളയുക, അത്ര തന്നെ. അപ്പോൾ വണ്ടി ഇതാണ് കേട്ടോ സംഗതി. ബാക്ക് ടയർ ഓക്കെയാണ്, ഫ്രണ്ട് ടയർ മാത്രമേ നമുക്ക് എന്തായാലും മാറേണ്ടതായിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വണ്ടിയുടെ നോയ്സ് കണ്ടല്ലോ, ഞാൻ മിണ്ടാകുന്ന തരാം. ഇതാണ് വണ്ടിയുടെ നോയ്സ്. ഓക്കെ, വണ്ടി ഓക്കെ ഉണ്ടേ. ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എങ്ങനെ പറയാം, ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുന്നേ ഉള്ളൂ. ഈ RPM കയറി പോകണം കാണാനേ ഒരു പ്രത്യേക ഹരം തന്നെ കേട്ടോ. പണ്ടാരം എടാ, എനിക്ക് വയസ്സ് 30 എനിക്കിപ്പോഴും ആ 17 വയസ്സിൽ നിൽക്കുകയാണ് എൻ്റെ മൈൻഡ്. ഞാൻ അതല്ലേ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഉള്ള കാര്യം പറയാം കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബൈക്ക് ഓടിക്കുമ്പോൾ എനിക്ക് എങ്ങൊന്നുമില്ലാത്ത സന്തോഷവും ഭയങ്കര ഹരവും ഒരു വല്ലാത്ത ഭ്രാന്തമാണ് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് കേട്ടോ. നിങ്ങളിതുപോലെ വണ്ടി ഓടിക്കണമെന്ന് ഞാൻ പറയണതല്ല. നിങ്ങൾ വണ്ടി ഓടിച്ചോ, കുഴപ്പമില്ല. സ്പീഡിലൊക്കെ പോകണതിന് ഞാൻ ഒരിക്കലും എതിരല്ല. ഞാൻ ആരെയും എന്താ പറയുക, നിയന്ത്രിക്കാനും ഞാൻ വരില്ല. നല്ല വിന്നോയ്സ് കാണും കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റുമെന്തോ. ഒരുത്തനെയും നിയന്ത്രിക്കാനും പരിപാടിക്കൊന്നും ഞാൻ വരില്ല. നിനക്കൊക്കെ തോന്നും പോലെ ഓടിക്കാം. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുത്തൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി ആരുടെ നെഞ്ചത്ത് കൊണ്ട് കയറ്റരുത് കേട്ടോ. ആ പരിപാടി മാത്രം ചെയ്യാതിരുന്നാൽ മതി. നീയൊക്കെ ഓടിച്ച് തുടങ്ങിക്കൊണ്ട് ഈ ചാമ്പി ഇടപാടായാലും കുഴപ്പമില്ല. വീട്ടുകാരെ പറ്റി ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് കയറില്ല. ഈ പറഞ്ഞ ഞാൻ നല്ല രീതിയിൽ സ്പീഡിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ഇതുവരെയും ഒരു പരിധി വരെയും എൻ്റെ ബൈക്ക് എൻ്റെ കയ്യിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ നിർത്താൻ കണക്കിന് ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളൂ ഇത്രയും നാൾ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂടാ. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പറയുക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്നേ ഉള്ളൂ. തോന്നുകയാണെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ ഇടുമില്ല, അത്രയാണ്. നമുക്കൊരു മെച്ചമില്ലാത്ത പരിപാടികൾ. ഏയ് ഇവിടെ ഞാൻ ചന്നത്തെ പോലെ ആവുമെന്ന്. എവിടെ പോണ? ടയർ വെടിയായ? ഏത്, ഫ്രണ്ടാ ബാക്കാ? റെഡിയാക്കിയാ?
അത് പിന്നെ ലൈൻ ഇത് അപ്പ് ജാമായത്. ജാമായി അതിന് ഇനി തൽക്കാലം ചെറിയൊരു പരിപാടി കള്ളപ്പരിപാടി ചെയ്ത് വെച്ച് ഓക്കെ കൊണ്ടുപോകണം. നീ എവിടെ പോണ? ഞാനിത് കുറ്റിച്ചിൽ പോകണം. കുറ്റിച്ചിൽ നേരെ കാട്ടാട ഇത്തിരി പരിപാടിയുണ്ട്. ഞാൻ ഇവിടെ പോകാം. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ രൂപത്തിൽ പോകണോണ്ട് ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. പോട്ടാ, ശരി എന്നാ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ അത്രയേ ഉള്ളൂ. ചുമ്മാ എടുത്ത വീഡിയോ ആണ്. ആ ഒരു സെൻസിൽ കണ്ടാൽ മതി. കണ്ടൻറ്റ് കാണുന്ന ഇപ്പോൾ മീനിറത്തും കൊണ്ടൊരു ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടൻ്റാണ്, പോയി കാണ് കേട്ടാ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. വിലതാര ഒഴുകി ഒഴുകി മുതലാളി ആശ പറയേ. ഓ, ഫാൻ ഓണായിരുന്ന വണ്ടി കൊള്ളാം. ഇവിടെ വണ്ടി കൊള്ളാമോടാ. നീ എൻ്റെ ചെറുക്കനടാ, അതെൻ്റെ വണ്ടി. ആശാനെ അറിയോ നിങ്ങളിത് എന്തോന്ന് കാണിച്ചോണ്ടിരിക്കണേ? അപ്പം ശരി കേട്ടോ, ബാക്കി സെൻസറാണ്.